നമസ്കാരം. കൂൺകൃഷി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വിത്ത്. നമുക്ക് ഏകദേശം വിത്ത് കണ്ടാൽ മനസ്സിലാകുന്നത് വെച്ചാൽ ഈ വെള്ള കളർ ഏറ്റവും കൂടുതൽ വേഗം മൈസീലിയം വ്യാപിക്കുന്നതിന് നല്ലത് ചോളത്തിൽ. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ മൈസീലിയം വ്യാപിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിന്റെ ഒരു ഭാഗത്ത് ചെറിയ മഞ്ഞ കളറുണ്ട്. ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ എടുക്കാം. വലിയ മുതൽ മുടക്കില്ലാതെ ആർക്കും തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ ആലോചിക്കുന്നുണ്ട്. എല്ലാ കൂൺ കർഷകർക്കും തുടങ്ങാൻ പാകത്തിൽ നമ്മൾ വിത്ത് ഉൽപാദന കേന്ദ്രം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അപ്പൊ കൂൺ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വിത്ത്. നമുക്ക് ഏകദേശം വിത്ത് കണ്ടാൽ മനസ്സിലാകുന്നത് വെച്ചാൽ ഈ വെള്ള കളറാണ്. അപ്പൊ ആ വെള്ള കളർ എന്തെങ്കിലും വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ നമുക്ക് വിത്തിന് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അറിയാം. നെല്ലിലും ചെയ്യാം, അതുപോലെ ചോളത്തിലും ചെയ്യാം. ഇത് ചോളത്തിന്റെ വിത്താണ്. ചോളത്തിന്റെ വിത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വിത്ത് ഉൽപാദനം ഏറ്റവും ലാഭം ചോളത്തിന്റെ വിത്താണ്. കാരണം പെട്ടെന്ന് അതിലേക്ക് വ്യാപിച്ചിട്ടും അതേപോലെ നമുക്കും ഏറ്റവും കൂടുതൽ വേഗം മൈസീലിയം വ്യാപിക്കുന്നതിന് നല്ലത് ചോളത്തിന്റെ വിത്താണ്. നെല്ലിലാണെങ്കിൽ മൈസീലിയം വ്യാപിക്കാൻ വേണ്ടി കുറച്ചുകൂടി സമയം താമസം വരും. അപ്പം നമ്മള് നെല്ലിന്റെ വിത്തിൽ ചെയ്തിട്ടുണ്ട്. അത് കാർഷിക കോളേജിൽ നിർത്തും അല്ലെ. അപ്പൊ കളറൊക്കെ വരാനൊക്കെ താമസം വന്നു. പക്ഷെ ഇത് ചോളത്തിൽ ചെയ്യാൻ തുടങ്ങിയപ്പോ താമസം വന്നില്ല. ഇപ്പൊ നമുക്ക് വിത്തിൽ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് വെച്ചാല് ഈ വിത്ത് ഇത് നമ്മള് വിത്ത് ഉൽപ്പാദിപ്പിച്ച് അതിന്റെ മാതൃ സ്പോൺ ഉണ്ടാക്കി അതിൽ നിന്നും ഒരു പ്രാവശ്യം പകർത്തി, അതായത് ഒന്നാം സ്റ്റേജ് വിത്ത്, ആ വിത്തിലാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. പക്ഷെ ഇത് നമുക്ക് മറ്റുള്ളവരിൽ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് എത്ര പ്രാവശ്യം പകർത്തിയെന്ന് അറിയാൻ കഴിയില്ല. അതില് നമുക്ക് മറ്റു പ്രശ്നങ്ങൾ വരികയല്ല. വിളവില് ചെറിയ മാറ്റങ്ങൾ വരും. പല സ്ഥലത്തുനിന്ന് നമ്മൾ വിത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഭാഗത്തെ വിത്തിന് ഓരോ വിളവാണ് ലഭിച്ചത്. നമുക്ക് വിശ്വാസം ഉള്ളിടത്തുനിന്ന് വിത്തെടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് വിത്തെടുത്തത് നമ്മൾ തന്നെ കാഞ്ഞങ്ങാടുള്ള ഒരു ഫാമിൽ നിന്നാണ്. അവിടെ നമുക്ക് നല്ല വിത്താണ് ലഭിച്ചുകൊണ്ടിരുന്നത്. 300 ഗ്രാമിന്റെ വിത്ത് ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് ഒന്നിച്ച് വന്ന വിത്താണ്. ഇതിലെന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ മൈസീലിയം വ്യാപിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് ഈ വിത്തിന്റെ കംപ്ലൈന്റ്. ഇതില് ഈ ഭാഗം നമുക്ക് കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഒരു സ്മെല്ലുണ്ട്. അതെ, ഇത് വെള്ളം അധികം ആയതുകൊണ്ട് ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിലിട്ട മദർ സ്പൂണിന്റെ കംപ്ലൈന്റ് കൊണ്ട് വരാം. എന്തായാലും ഈ ഒരു കൂടി നമുക്ക് മൊത്തം നഷ്ടം വന്നതാണ്. പിന്നെ രണ്ടാമതായിട്ട് വിത്തിൽ വരുന്നത് നമ്മളിപ്പോ അടുത്ത ഒരു വിത്തിൽ അത് വന്നിട്ടില്ല. രണ്ടാമതായിട്ട് വരുന്നത് മഞ്ഞ കളർ. ഇതിന്റെ ഒരു ഭാഗത്ത് ചെറിയ മഞ്ഞ കളറുണ്ട്. അതെന്താന്ന് വെച്ചാല് വിത്തിന് വെള്ളം അധികം ആകുന്നതല്ല. അപ്പൊ ആ ഭാഗത്തെ വിത്ത് നമ്മൾ എന്തായാലും പൂർണ്ണമായിട്ട് ഒഴിവാക്കില്ല. ബെഡില് മഞ്ഞ കളർ വരും. അറക്കപ്പൊടിയിൽ ഉണ്ടാക്കുന്ന ബെഡില് ഏറ്റവും പ്രശ്നം വരുന്ന മഞ്ഞ കളർ വരുന്നതാണ്, വെള്ളം അധികമായിട്ട്. അപ്പൊ ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ എപ്പോഴും ഒഴിവാക്കേണ്ടതാണ് നല്ല എന്തെങ്കിലും പച്ച കളർ. പച്ച ചെറിയ ഭാഗത്ത് അടിഭാഗത്ത് ചെറുതായിട്ട് ചെറിയ പച്ച കളറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിത്തുകൾ മാറ്റി. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഭാഗം മാത്രം ഒഴിവാക്കി ലാസ്റ്റ് നമ്മളിത് ഉപയോഗിക്കും. പച്ച കളർ വരുന്നതിന് നമ്മളിത് വിത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് പുഴുങ്ങുന്നുണ്ട്. ചോളത്തിന്റെ വിത്തിലാണ് ഉണ്ടാകുന്നത്. ചോളത്തിന്റെ വിത്ത് പുഴുങ്ങുന്ന അതിന്റെ പാകം ശരിയല്ലെങ്കിൽ അങ്ങനെ വന്നാൽ, അതായത് ശരിക്കും വേഗാത്ത ചോളം അതിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ആണ് ഈ പച്ച കളർ വരുന്നത്. മലമ്പുഴയിൽ ഉണ്ടാക്കുമ്പോൾ ഡൈക്കോഡർമ അഥവാ ഗ്രീനറി ഉണ്ടാകാനുള്ള ഏറ്റവും ഒരേ ഒരു സാധ്യതയുള്ളൂ. അത് ഇത്. രണ്ടാമത് അതിന്റെ ഇലയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് അരിച്ച് എടുക്കുന്നതുകൊണ്ട് അത് വരികയില്ല. ചെള്ളി എടുക്കുന്നതുകൊണ്ട് അത് വരികയില്ല. വിത്തിനാണ് മഴക്കാലത്ത് എടുക്കുന്ന വിത്തിന് ഏറ്റവും പ്രശ്നം വരുന്നതാണ് വെള്ളത്തിന്റെ അംശം. ഇല്ലാട്ടില്ല എന്ന ബുദ്ധിമുട്ടുള്ളതാണ്. ഒന്ന് അതുപോലെ മൈസീലിയം വ്യാപിക്കാതെ വിത്ത് മോശം വന്നു കഴിഞ്ഞാൽ അത് മൊത്തം എടുത്ത് കളയാം. അതെ. രണ്ടാമത് ഇതുപോലെ മഞ്ഞ കളർ വന്നാൽ ആ മഞ്ഞ കളർ വരുന്ന ഭാഗം പൂർണ്ണമായിട്ട് കളയണം. ഇല്ലെങ്കിൽ നമ്മുടെ ബെഡിൽ ഈ മഞ്ഞ കളർ വ്യാപിക്കും. ഇത് ഒരു കൂൺ കർഷകൻ കൂൺ കൃഷി ശരിക്കും നടത്തുവാണെങ്കിൽ ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് ആദ്യം കൂണിൽ നിന്നും അതിന്റെ മൈസീലിയം വേർതിരിച്ചെടുത്ത് അത് ഒരു മാധ്യമത്തിൽ വളർത്തുക. അത് എടുത്തിട്ട് നമ്മൾ അത് ഇതേപോലെ ഒരു കൂടിനകത്തിട്ട് അത് മദർ സ്പൂൺ ആക്കുക. നമുക്ക് സ്വന്തമായിട്ട് വിത്തുണ്ടാക്കുന്ന ചിലരൊക്കെ മദർ സ്പൂൺ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൂടുതൽ വിളവ് കിട്ടും. ഒരു പ്രാവശ്യം പകർത്താം.
ഒരു പ്രാവശ്യം പകർത്തിയ വിത്തിൽ നിന്ന് നമുക്ക് ഒരു നല്ല വിളവ് കിട്ടും. രണ്ടാമത് ഒന്നും കൂടെ പകർത്താൽ വിളവ് 80% കുറയും. മൂന്നാമത് പകർത്തി 60% വിളവേ നമുക്ക് ലഭിക്കും. അപ്പൊ അതറിയില്ല, നമുക്കറിയില്ല. ചിലപ്പോ നമ്മള് ചില സ്ഥലത്ത് വാങ്ങുന്ന വിത്തിന് നല്ല വിളവുണ്ടാവും, ചിലപ്പോ വിത്ത്. അപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ നമുക്ക് അറിയാവുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വിശ്വ. അപ്പൊ ഒരു പ്രാവശ്യം വിത്ത് മേടിച്ചാൽ നമുക്കത് തിരിച്ച് അവർക്ക് പറയാൻ കഴിയില്ല. ഇന്ന പ്രശ്നങ്ങളുണ്ട്, പറയാൻ പറ്റില്ല. വിത്ത് കൊടുക്കുന്നവർ നല്ലത് കൊടുക്കാൻ ശ്രദ്ധിക്കും. നല്ല കൊടുക്കാൻ ശ്രദ്ധിക്കും. എന്തായാലും അവരും കഷ്ടപ്പെടാൻ വേണ്ടിയല്ലേ ഇത് മേടിക്കുന്നത്. ഈ വിത്ത് എവിടെ നല്ല കിട്ടുമെന്ന് ചോദിക്കുന്ന കുറെ ആളുകൾ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല വിത്ത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, നമുക്ക് ഇത് നല്ലത് ചീത്തയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതുപോലെ കേടാകുന്ന വിത്താണ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് എത്ര പകർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. എല്ലാവരും വിത്ത് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കണം. സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് വെച്ചാൽ വലിയ തോതിൽ കൃഷി ചെയ്യുന്നവർക്ക് വരെ ഒരു 50 കിലോ 100 കിലോ മഷ്റൂം ഒരു ദിവസം സപ്ലൈ ചെയ്യുന്നവർക്ക് വരെ വിത്ത് പുറത്ത് കൊടുക്കേണ്ടി വരും. കാരണം അവരുടെ ആ സംവിധാനത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടുതൽ അത് ചെറിയ തോതിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് ഒരു പ്ലാൻ ചെയ്യുന്നു ചെറിയ റൂമിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ വിത്ത് ഉത്പാദനം വലിയ മുതൽ മുടക്കില്ലാതെ ആർക്കും തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു സംവിധാനം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അതുവരെ നിങ്ങൾ ചെയ്യേണ്ട വിത്ത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ എടുക്കാം. നമ്മളൊരു വിത്ത് ഉത്പാദന കേന്ദ്രം തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് ചെറുതായിട്ട്. അതായത് കേരളത്തിലെ ഏറ്റവും ചെറിയ വിത്ത് ഉത്പാദന കേന്ദ്രം നമ്മള് കാരണം പരമാവധി ചെലവ് കുറയ്ക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ തുടങ്ങുന്ന സമയത്ത് അതിന്റെ എല്ലാ വീഡിയോകളും ആദ്യം അതിന്റെ സാധനങ്ങൾ എടുക്കുന്നത് പോലുള്ള എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത ആഗ്രഹം അതാണ്. അപ്പൊ അതെ, ഞങ്ങൾ ഏറ്റവും ചെറുത്. അപ്പൊ നമ്മളെ ആഗ്രഹം അതാണ്, ഒരു വിത്ത് ഉത്പാദനം ചെറുതായിട്ട് ഏറ്റവും ചെറുതായിട്ടൊന്ന് തുടങ്ങും. കാരണം എല്ലാ കൂൺ കർഷകർക്കും തുടങ്ങാൻ പാകത്തിൽ നമ്മൾ വിത്ത് ഉത്പാദന കേന്ദ്രം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക. അപ്പൊ അതുവരെ നല്ല വിത്ത് ഉപയോഗിച്ച് നല്ല മാധ്യമം ഉപയോഗിച്ച് കൂൺ കൃഷിയില് തുടരുക. അപ്പൊ വെല്ലുവിളി ഉണ്ടാകുക അതിനെ നേരിട്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾക്ക് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഇടുക.